പറയണ തോന്നിയാസം തിരിയണ രാവെല്ലാം നുര പതയണ് ആരാണ് ഇവിടെ ചോദിക്കാൻ ഭൂഗോളം കറങ്ങണ തോന്നിയാസം തിരിയണ രാവെല്ലാം നുര പതയണ് ആരാണ് ഇവിടെ ചോദിക്കാൻ On the roads, on the roads, ni vi dig നീ ആ രജിസ്ട്രാറിന്റെ ബുൾസെ കണ്ടില്ലെങ്ങാണ് ഛർദ്ദിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ. ഈ കല്യാണ സെറ്റപ്പും ഒപ്പിടലും എല്ലാവരുടെ തുറിച്ചോട്ടും എനിക്ക് എന്തോ പോലെയായി. വാ വാ അനുഭവിക്കേ. ഒറ്റ രാത്രി കൊണ്ട് ഇത്ര ഒപ്പിച്ചെടുത്തില്ലേ, കല്യാണം കഴിക്കാൻ വാ. വേദാന്തം പറയണ തോന്നിയാസികൾ പെരുകണ നാടോടന വഴിയെ പോയാൽ ആരാണ് ഇവിടെ ചോദിക്കാൻ. അന്നത്തെ പ്രകടനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ അപ്പം തന്നെ അടിച്ചു കഴിഞ്ഞെന്ന്. പിന്നെ ഞാൻ ആലോചിക്കുകയും ചെയ്തു, കീരിയും പാമ്പും പോലെയുള്ള ആൾക്കാർ എന്തിനാ കല്യാണം കഴിക്കണമെന്ന്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. കോൺഗ്രാറ്റ്സ്. ഇതെന്താ നിങ്ങൾ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്? നിനക്കൊന്നും പറയാനില്ലേ? അത് അവൾ ഇന്നലെ കഴിച്ച ഫുഡിന്റെ പ്രശ്നമായിരിക്കും. ഈ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലയോ? അപ്പനെല്ലാം അറിയില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വെറുതെ പിന്നെ ചോദിച്ചു? നീ ഞങ്ങളെ നല്ല അന്തസ്സായിട്ട് പറ്റിക്കായിരുന്നു അല്ലയോ? നിനക്കായിരുന്നല്ലോ വലിയ അഭിമാനം, മോൻ വലിയ കലാകാരനാണെന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ കണ്ടില്ലേ അവന്റെ കല. ഇനി വേറെ വല്ലതും ഞങ്ങൾ അറിയാത്തതായിട്ടുണ്ടോ? ഉണ്ട് അങ്കിൾ. എൻ്റെ അച്ഛനമ്മയും ഒരുമിച്ചല്ല താമസം. അവര് പിരിഞ്ഞിട്ട് വർഷങ്ങളായി. ഓഹോ, അപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയായിരുന്നു അല്ലേ ഇത്? അവരെ കുറ്റം പറയണ്ട, ഞാനാ അവരോട് കള്ളം പറയാൻ പറഞ്ഞത്. എന്നതാ ഇത്? എടാ, അവൻ ചെയ്ത നല്ല കാര്യത്തിനെ കുറിച്ച് ഒരാളെങ്കിലും ഒരു അക്ഷരം പറയാത്തതെന്താ? ജോർജെ, നിന്റെ മോനൊരു അബദ്ധം പറ്റി, അതവൻ തിരുത്തുകയും ചെയ്തു. ഈ പ്രായത്തിലുള്ള വേറെ വല്ല പിള്ളേരുമായിരുന്നെങ്കിൽ എപ്പോഴേ ഓടി രക്ഷപ്പെട്ടേനെ. ഇനിയിപ്പൊ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായ കാര്യം അതെന്നാ നമ്മുടെ കുടുംബത്തിൽ നടക്കാത്ത കാര്യമാണോ? എടാ, നിന്റെ അപ്പച്ചനും അമ്മച്ചിക്ക് നീ ഉണ്ടായത് അങ്ങനെയല്ലേ? എന്നത് എല്ലാരും ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നേ. ഇത് ലോകത്ത് നടക്കാത്ത കാര്യം വല്ലതുമാണോ? എന്റെ കർത്താവേ, എന്നതായിരുന്നു എന്റെ വീട്ടുകാരുടെ ബഹളം വന്ന്. എന്നിട്ടിപ്പൊ എന്തായി? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ല. എന്റെ മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ, ചില നല്ല കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു രീതിക്കേ അത് നടക്കത്തുള്ളൂ. അമ്മച്ചിയാ ഇവൻ ഇത്രയും വഷളാക്കുന്നത്. അത് ശരിയാ. അങ്ങനെ പിള്ളേരെന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാ നിങ്ങളത് തിരുത്തല്ലേ വേണ്ടത്. സോറി മിസ്റ്റർ അബ്രഹാം, വി ഡിഡ്ന്റ് വാണ്ട് ടു ഹേർട്ട് യു. ചില അപ്രിയ സത്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വി ജസ്റ്റ് പ്ലേഡ് അലോങ്. മേ ബി വി ഷുഡ്ന്റ് ഹാവ്. അനന്ത് പറഞ്ഞപ്പോ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ചെയ്തതാ. വി ആർ റിയലി സോറി അബൌട്ട് ഇറ്റ്. എന്നാ പിന്നെ നിങ്ങളെല്ലാം കൂടി അങ്ങ് തീരുമാനിച്ചോ. വേഗം വീട് പിടിച്ചാ ഉള്ള കച്ചവടം മുടങ്ങത്തില്ല. മറിയ, നിനക്ക് തൃപ്തിയായല്ലോ. ജോർജെ, എന്നതാടാ നീ കാണിക്കുന്നേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നീ സഞ്ജനയുടെ കൂടെ വന്നോളൂ. ഓക്കെ. നിന്റെ ആക്ടിങ് നന്നായിരുന്നു കേട്ടോ. ഞാൻ ചിലപ്പോൾ കരുതി ഇതൊക്കെ റിയൽ ആയിരിക്കുമെന്ന്. ഞാനും. എന്താ? ഒന്നുമില്ല, എല്ലാ സത്യവും എല്ലാവരോടും തുറന്നു പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ കല്യാണം 1 വർഷത്തേക്ക് മാത്രമാണെന്ന് പറയായിരുന്നു. എന്താ, എനിക്കിപ്പോ ഒന്നും പറയാനില്ലേ? അതെ, ഞാൻ പോവാ. സൗകര്യമുള്ളപ്പോ വന്നാൽ മതി. ബൈ. വെറുതെ മനുഷ്യനെ പഠിപ്പിക്കില്ലേ. എക്സ്ക്യൂസ് മീ, ഐ ഡോണ്ട് ലൈക്ക് എനിവൺ ടച്ചിങ് മൈ തിങ്സ്. ശരിക്കും? എന്താ ഒരാക്കിയ ചിരി? ഈ കുരുക്കുന്ന് നീ എങ്ങനെയാ ഊരി പോരാൻ പോണെന്ന് ആലോചിച്ച് ഇവരൊന്ന് ചിരിച്ചു പോയതാണ്. ക്ഷമിച്ചേ. അങ്ങനെ ഊരി പോരാൻ പറ്റാത്ത കുരുക്കൊന്നും ഇവിടെ ഇല്ല. ഓ, ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, അപ്പൊ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ, കം കം. ഞാൻ മോളില് ആതിരയുടെ അടുത്ത റൂം റെഡിയാക്കിയിട്ടുണ്ട്. കം. വാട്ട്സ് ദിസ്? ഫ്ലാറ്റ് മുഴുക്ക പാക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെ താമസിക്കാൻ കുറച്ച് റൂൾസ് ഉണ്ട്. നോ ഡ്രിങ്കിങ്, നോ സ്മോക്കിംഗ്, നോ ചിക്സ്, നോ ഫ്ലിങ്സ്, നോ ഡ്രഗ്സ്, നോ ലേറ്റ് നൈറ്റ്, നോ അഡൾട്ട് മൂവീസ്. ഓക്കെ ഹെഡ് മിസ്ട്രസ്. ഒന്ന് ചെന്ന് നോക്ക്. ഓ ശരി.
ഒരു കിഴവൻ കുറവുണ്ടല്ലോ. വോ എന്നൊന്നും ചെയ്യല്ലേ. ഒന്നാം തിങ്കളിൽ ഒരു രൂപമായിതേ. രണ്ടാം തിങ്കളിൽ ഇരു രൂപമായിതേ. മൂന്നാമൻ തിങ്കളിൽ കണ്ണി കണ്ടവർക്ക് വന്നിരുന്ന ഒച്ചയും വെള്ളം ഉണ്ടാക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇനി അഥവാ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡീസന്റ് ആയിട്ട് പെരുമാറാൻ പഠിക്കണം. അപ്പൊ നീ ഈ കാണിക്കുന്ന ഡീസൻസി. ഓ അത് ശരി, ഇവിടെ പാർട്ടി നടക്കല്ലേ. തനിക്ക് വേണമെങ്കിൽ ആയിക്കോ, പക്ഷെ പാതിരാത്രിക്ക് ഒച്ച വെച്ച് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഐ എം പ്രഗ്നന്റ്. എനിക്ക് നേരത്തിനും കാലത്തിനും ഉറങ്ങണം. നിങ്ങൾക്ക് പ്രായമായില്ലേ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഞാനിങ്ങനെ വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരാളാണ്. സ്ഥലവും സന്ദർഭവും അനുസരിച്ചൊന്നും പെരുമാറാൻ എനിക്കറിയില്ല. എല്ലാം എൻ്റെ തെറ്റാണ്. ഐ എം സോറി. ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ എന്തിനാ സോറി പറയണത്? ലിസൺ, ഗുരു എന്റെ ഫാമിലി മെമ്പറാണ്. ഗുരുവിനോടെങ്കിലും സംസാരിക്കാൻ ഹൗ ഡെയർ യു? ഈ റൂം എന്റെയാണ്. ഞാൻ എനിക്ക് തോന്നിയ പോലെ കാണിക്കും. But it's my house. നിങ്ങൾ വെറുതെ അടികൂടണ്ട. സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഇറങ്ങുകയാണ്. നിങ്ങൾ എവിടെയും പോണ്ട. ഇന്നും ഇവിടെ നിന്നാ മതി. നീ വാശി പിടിക്കല്ലേ. ഇറങ്ങട്ടെ. ലേറ്റായി. ഐ എം സോറി വൺസ് അഗെയിൻ. Di giorni senza gloria, notti nere cullano, sono dell'indecenza. Un'ombra si incammina, goffa senza memoria, marcia passi indietro, il male dell'indifferenza. Dalle fogne della razza strisce il disturbato, tra coscienze inerti che non chiedono il perché. ഇളക്കുള്ള പാട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. അത് ഇടക്കിടക്ക് പാടിക്കോ. ഓ अजीब दास्तां है ये, कहाँ शुरू कहाँ खत्म, ये मंजिलें ये कौन सी, ना वो समझ सके ना हम. अजीब दास्तां है ये. ഭൂഗോളം കരകര തോന്നിയാസം മിണ്ടക്കിന്തക്രാവിൽ തര 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 തര. ആരാണിവിടെ ചോദിക്കാൻ? ആരാണിവിടെ ചോദിക്കാൻ? What the crap is this? എനിക്ക് രാത്രി ഓർക്കാൻ ശരിയല്ലെങ്കിൽ ഞാൻ അങ്ങനെ പലതും ചെയ്യും. I'm a pregnant woman. I'm not pregnant, but still. Don't you dare touch it. What are you doing? എന്റെ ഗിറ്റാർ കളിച്ചാണ്ടല്ലോ എന്നോടാ കളി. Oh God. എന്റെ നെയിൽ പോളിഷും കൊണ്ടുവരണ്ടോ? യൂസ്ലെസ്. ഭൂഗോളം കറകറകറങ്ങണ തോന്നിയാസം തിരിയണ തിരിയണ രാവെല്ലാം നുര പതയണ ആരാണ് ഇവിടെ ചോദിക്കാൻ? ഭൂഗോളം കറകറകറങ്ങണ തോന്നിയാസം തിരിയണ തിരിയണ രാവെല്ലാം നുര പതയണ ആരാണ് ഇവിടെ ചോദിക്കാൻ? On the roads. തുള്ളാതെ നിലം തുടയ്ക്കാൻ പറ്റാണ്ടായോ നിങ്ങൾക്ക്? അയ്യോ അതല്ല മോളെ, ഇത്രയും നാൾ അമ്മയുടെ ഹിന്ദുസ്ഥാനി കർണാടകം കേട്ട് ഉറക്കം തൂക്കി പണിയെടുത്ത് മടുത്തിരിക്കി. ഇപ്പോഴാണ് പണിയെടുക്കാൻ പറ്റിയ പാട്ട് കിട്ടിയത്, ഡാൻസിന് പറ്റിയത്. നിനക്ക് എന്താ ചോദിച്ചു? ഒരു ഫാൻ്റെ മ്യൂസിഷ്യന്റെ ഇടയിൽ ഇന്റർഫിയർ ചെയ്തത് മനസ്സിലായോ? നിങ്ങൾ ഡാൻസ് ചെയ്തോ? മാറ്. കഥവ് തുറക്ക്. കഥവ് തുറക്ക്. Open the door. Hey, listen. Open the door, please. ആരാണ് ഇവിടെ ചോദിക്കാൻ? നാണമില്ലേ ചെറിയ കുട്ടികളെ പോലെ? തന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇവളെ കല്യാണം കഴിക്കാൻ? നിനക്ക് ഇത്ര പ്രശ്നമാണെങ്കിൽ why did you accept his proposal? നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ്. Now if you have the courage and decency, stand by it. ഒന്നുമില്ലേലും നിനക്ക് അവനേക്കാളും 3-4 വയസ്സ് കൂടുതലല്ലേ? അതിന്റെ ഒരു മെച്യൂരിറ്റി എങ്കിലും കാണിക്കണ്ടേ? നീ ചിരിക്കണ്ട. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. ഐ നോ യു നീഡ് യുവർ ഫ്രീഡം. പക്ഷെ വലിയ റിബലൊക്കെ ആവുന്നതിന് മുൻപേ
ആദ്യം വേണ്ടത് ചുറ്റുമുള്ളവരെ കുറിച്ചുള്ള കൺസിഡറേഷനാണ്. അതെ മാം, ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് അഡ്വാൻസ്ഡ് ഇയർ പ്ലഗ്സ്. അത് ചെവിയിൽ വെച്ചാൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല. എനിക്ക് രാത്രി പ്രാക്ടീസ് ചെയ്യാൻ മൂടി വരും. ആ സമയത്ത് നിങ്ങൾ ഇത് ചെവിയിൽ വെച്ചാൽ പിന്നെ നോ ടെൻഷൻ.